ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ റൂറൽ ജനങ്ങളെ പറ്റിയോ അവരുടെ വരുമാനങ്ങളെ പറ്റിയോ ഒരു കണക്ക് പോലും ഇല്ല. ഒരു ചെറിയ വിഭാഗം ആളുകളുടെയിലാണ് ഈ സമ്പത്ത് അല്ലെങ്കിൽ വരുമാനം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത്യാവശ്യ ജീവിത ചെലവുകൾക്കപ്പുറം പണം ചെലവാക്കാൻ കഴിയാത്ത ആളുകൾ അതേതാണ്ട് 100 കോടി ജനങ്ങളുണ്ടെന്നാണ് ഇവർ കണക്കാക്കുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാത്തിനും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സമ്പദ്ഘടനയിലുള്ള മാറ്റങ്ങളെ പറ്റി പഠിച്ചിട്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. അർബൻ ഏരിയകളിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു 10% കസ്റ്റഡിയിലാണ് ഇന്ത്യയുടെ ഈ വരുമാനത്തിൻ്റെ സിംഹഭാവം ഇരിക്കുന്നത്. ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ GDPയോ പെർ ക്യാപിറ്റയോ ഇൻകവും പോലും ഇല്ല എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രാധാന്യമാണ് നമ്മൾ ഈ റൂറൽ മേഖലയ്ക്ക് കൊടുക്കുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ മണിക്കൂറിലാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. അതായത് 100 കോടി ഇന്ത്യക്കാർ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടായിരുന്നു അത്. എന്തായാലും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വിട്ടിരിക്കുന്നത് വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനമായ ബ്ലൂം വെഞ്ചേഴ്സ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണിത്. എന്തായാലും ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് ഇന്ന് പ്രതികരിക്കുന്നത് 5ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു, അതുകൂടാതെ സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ BA പ്രകാശ് സാറാണ്. സാർ, ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 143 കോടി ജനസംഖ്യയുള്ള ഇന്ത്യ മഹാരാജ്യത്ത് 100 കോടി ജനങ്ങളും സാമ്പത്തിക ഞെരുക്കത്തിലാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു? അതായത് ഇപ്പോൾ ഈ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ബ്ലൂം വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനി, അവർ ഈ ഇന്ത്യൻ സമ്പദ്ഘടനയിലുള്ള മാറ്റങ്ങൾ പറ്റി പഠിച്ചിട്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. അവർ തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്റ്റാർട്ടപ്പുകൾ, പുതിയ കമ്പനികൾ അവരൊക്കെ തുടങ്ങുമ്പോൾ ഏത് മേഖലയിൽ തുടങ്ങണം, എവിടെ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും, ഏത് മേഖലയിലാണ് കൂടുതൽ കൺസംഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഈ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ദാരിദ്ര്യമോ മറ്റു കാര്യം പഠിക്കാൻ വേണ്ടിയല്ല. ഏത് മേഖലയിൽ നിന്ന് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം, അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. പക്ഷേ ആ റിപ്പോർട്ടിൻ്റെ പേര് ഇൻഡസ് വാല്യൂ ആനുവൽ റിപ്പോർട്ട് 2025 എന്നുള്ളതാണ്. അതിനകത്ത് പ്രത്യേകമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൺസംഷൻ, അതായത് ഇന്ത്യയിലുള്ള കൺസംഷൻ എങ്ങനെ, ആളുകളുടെ കൺസംഷൻ എങ്ങനെ പോകുന്നു, ഏത് വിഭാഗക്കാരാണ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്, ഏത് വരുമാനമുള്ളവരാണ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്, എന്തൊക്കെയാണ് കൺസ്യൂം ചെയ്യുന്നത്, ആ മേഖലയിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങും അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങും, നിങ്ങൾ രക്ഷപ്പെടും. ഇതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഒരു അടിസ്ഥാനം. ഈ റിപ്പോർട്ട് ഞാൻ നോക്കി, അതിൽ ഉള്ള ചില ആദ്യം എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നു എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകാം. അതായത് ഇതിലുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയിലുള്ള ജനങ്ങളിലെ ഏറ്റവും ഉയർന്ന 10% ആളുകളാണ് ഈ പ്രധാനപ്പെട്ട ഈ കൺസംഷൻ നടത്തുന്നത്. ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൺസംഷൻ തീരെ കുറവാണ്. അവർക്ക് ഈ നിത്യനിദാന ചെലവും ആഹാരം, വസ്ത്രം ഇതുപോലുള്ളത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനും പണം കാണില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വലിയ വരുമാനമുള്ള ഒരു 10%. ഈ 10% ആളുകളുടെ കൺസംഷൻ കൊണ്ടാണ് പിന്നീട് ഇന്ത്യൻ സമ്പദ്ഘടന തന്നെ ചലിക്കുന്നത്. അതാണ് അവർ പറയുന്നത് 10%. അതാണ് എൻജിൻ ഓഫ് ഗ്രോത്ത് എന്നാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണ് അവർ എന്താണ് അതിൻ്റെ ഒരു സ്വഭാവം എന്നുള്ളതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഇതിൽ അവർ പറയുന്ന ഒരു ടേം, അതായത് ഡിസ്ക്രിഷണറി സ്പെൻഡിങ് എന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിഷണറി സ്പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 തരത്തിലുള്ള ആളുകളുണ്ട്. അതായത് അത്യാവശ്യ ജീവിത ചെലവുകൾ, അതായത് ഫുഡ്, ക്ലോത്തിങ്, ഫ്യൂവൽ ഇതുപോലുള്ള അത്യാവശ്യ ജീവിത ചെലവുകൾക്ക് മാത്രം വരുമാനം തികയുന്നവർ. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കുറെ കൂടെ മെച്ചപ്പെട്ട ഇതിന് ആഡംബരം, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ കഴിയുന്ന ഈ 2 കാറ്റഗറി ആയിട്ടാണ് ഇവർ പറയുന്നത്. ഇതിൽ ഈ വളരെ താഴ്ന്ന വരുമാനമുള്ള ആളുകളെ ഇവരിപ്പോൾ വരുമാനമുള്ളതിനെ ഏതാണ്ട് 2-3 ക്ലാസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 3 കാറ്റഗറി ആയിട്ടാണ് ഇവർ തിരിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച്. അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 14 കോടി ജനങ്ങൾ, അതായത് 3 കോടി കുടുംബങ്ങൾ, അവരാണ് ഏറ്റവും ഉയർന്ന ക്ലാസ്. അതായത് $,
10,000 രൂപ പെർ ക്യാപിറ്റ വരുമാനമുള്ള ആളുകൾ, $15 15,000 പെർ ക്യാപിറ്റ ഇൻകം വരുമാനമുള്ളവരെയാണ് അങ്ങനെ തിരിച്ചിരിക്കുന്നത്. ഇവരാണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കൺസ്യൂമേഴ്സ് ക്ലാസ് ആയിട്ട് ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇവർക്കാണെങ്കിൽ വളരെ പിന്നീട് സാധാരണ രീതിയല്ല, കൺസംഷനല്ല, അവരുടെ കൺസംഷനൊക്കെ വളരെ ഉയർന്നതാണ്. ഒരുപാട് കാറ്റഗറി കൊണ്ടാണ്, ഇതാണ് ഒരു കാറ്റഗറി. അപ്പോൾ ഇവർ പറയുന്നത് ഈ കാറ്റഗറി ആളുകൾ ഏതെല്ലാം സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്നു, ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്യുന്നു, ആ മേഖലയിൽ ഈ സ്റ്റാർട്ടപ്പുകളും മറ്റ് ചെറുകിട സ്ഥാപനങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണെന്നുള്ള ശുപാർശയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. രണ്ടാമതൊരു ക്ലാസ്സിന് ഇവർ പറയുന്നത്, രണ്ടാമത്തെ വിഭാഗം ആസ്പിറൻറ്റ് ക്ലാസ്, അത് കുറെ കൂടെ തീരെ പാവപ്പെട്ടവരല്ല, എന്നാലും കുറെ കൂടെ മെച്ചപ്പെട്ടവർ. അത് 30 കോടി ജനങ്ങളുണ്ട്, അല്ലെങ്കിൽ 7 കോടി കുടുംബങ്ങൾ. അവരുടെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $3,000 പെർ ക്യാപിറ്റ ഇൻകം. ഇവർക്കുമാണെങ്കിൽ അത്യാവശ്യ ചിലവുകൾ കഴിഞ്ഞിട്ട് കുറച്ച് പണം ഇവർക്കും പിന്നെ മറ്റ് കാര്യങ്ങൾക്ക് ചിലവാക്കാൻ കഴിയും. അപ്പോൾ ഇവർ കൂടുതലും ചിലവാക്കുന്ന കാര്യങ്ങൾ കൂടുതലും സർവീസ് ടൈപ്പാണ്, മീഡിയ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ ഫിലിം കാണുക, അമ്മാതിരിയുള്ള കാര്യങ്ങൾ. പിന്നീട് ഓൺലൈൻ ഗെയിമിങ്, പിന്നെ ചെറിയ രീതിയിലുള്ള ഈ പണം പലിശയ്ക്ക് കൊടുക്കുക, പിന്നെ അതിന് ATM ആപ്പുകൾ അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള ചില മേഖലകളിലാണ് ഇവർ കൂടുതലും പണം ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുതിയ സ്റ്റാർട്ടപ്പുകൾ ഈ മേഖലയിൽ ഉള്ള സംരംഭങ്ങൾ തുടങ്ങുകയോ അത് വിപുലീകരിക്കുന്ന ബുദ്ധിയായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ശുപാർശ. മൂന്നാമത്തെ കാറ്റഗറി, അതായത് അത്യാവശ്യ ജീവിത ചെലവുകൾക്കപ്പുറം പണം ചിലവാക്കാൻ കഴിയാത്ത ആളുകൾ, അതേതാണ്ട് 100 കോടി ജനങ്ങളുണ്ടെന്നാണ് ഇവർ കണക്കാക്കുന്നത്. അതായത് 100 കോടി ജനങ്ങൾ അല്ലെങ്കിൽ 20.5 കോടി കുടുംബങ്ങൾ. അതായത് അവരുടെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $100 പെർ ക്യാപിറ്റ, 1000-ന് താഴെ, 1000-മോ അതിന് താഴെ വരുമാനമുള്ള ആളുകളാണ്. ഇവർക്ക് ഈ അവരുടെ അത്യാവശ്യ ചിലവുകൾ വിട്ട് വേറൊന്നിനും പണമില്ല. ഇപ്പോൾ അവരുടെ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതുപോലുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള ചിലവ് കഴിഞ്ഞ് കുറച്ചൊരു ലക്ഷറി കൺസംഷനൊന്നും അത് വിട്ടുവർക്ക് ചിലവാക്കാനായിട്ടുള്ള പണമില്ല. വളരെ ഒതുങ്ങി കഴിയുന്ന ആളുകൾ, അതാണ് നമ്മുടെ ഇതിനകത്തുള്ള ഏതാണ്ട് 100 കോടി ജനങ്ങൾ. അപ്പോൾ ഇവർ റിപ്പോർട്ടിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഞങ്ങളിത് പിന്നീട് ഞങ്ങൾ പുതിയ ഡേറ്റ സെറ്റൊന്നും ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല ഇത്, പക്ഷേ ഞങ്ങളീ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ വ്യക്തമായ പഠനങ്ങളുടെയും സർക്കാർ റിപ്പോർട്ടുകളുടെയും മറ്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇതിൻ്റെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ എനിക്കും തോന്നുന്ന ഒരു കാര്യം, ഇവർ വെറുതെ കാഷ്വലായിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല, ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാത്തിനും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്, അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ നിഗമനങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ നിവൃത്തിയില്ല. കാരണം വസ്തുതകളെല്ലാം ഇവർ പറയുന്ന നിഗമനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇന്ത്യയിൽ 143 കോടി ജനങ്ങളുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതിൽ ആദ്യത്തെ 10% പേർക്ക് ഈ തലത്തിൽ മെച്ചമായിട്ടുള്ള ഇത് ചിലവാക്കാനായിട്ടുള്ള പണമുള്ളൂ. അതായത് ഫുഡ്, ഫ്യൂവല്, ഹൈ ഹോം, മെച്ചപ്പെട്ട വീടുകൾ, പേഴ്സണൽ കെയർ, പിന്നെ കൺസ്യൂമർ സർവീസസ്, ഹയർ കൺവെയൻസ് വാഹനങ്ങൾ, ഹയർ ലെവലിലുള്ള എഡ്യൂക്കേഷൻ, ജ്വല്ലറി, ഔട്ട് ഓഫ് ഹോം ഫുഡ്, മെഡിക്കൽ കെയറൊക്കെ, മോഡേൺ മെഡിക്കൽ കെയർ, ഡ്യൂറബിൾ, ഇതിനൊക്കെ ഇവർ ഒരുപാട് പണം ചിലവാക്കാനായിട്ടുള്ള പണത്തിനുള്ള ശേഷിയുണ്ട്. നിങ്ങൾ അവിടെ ഈ സ്റ്റാർട്ടപ്പുകളോട് പറയുന്നതാണ്, നിങ്ങൾ അവിടെ ശ്രദ്ധിക്കൂ, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തൂ, ലാഭം നേടൂ. അത് ഇന്ത്യയിലുള്ള പട്ടണങ്ങളിൽ താമസിക്കുന്ന ഏറ്റവും 10% കയ്യിലാണ് ഇത് മുഴുവനും നിൽക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പ്രത്യേക ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. അതായത് ഇപ്പോൾ നമ്മുടെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലുള്ള ജനങ്ങളിൽ 2011 സെൻസസ് അനുസരിച്ച് 69% ജനങ്ങൾ റൂറൽ ഏരിയയിൽ താമസിക്കുന്നവരാണ്. അതായത് 31% പേര് അർബനുള്ളൂ. 2015 കണക്കാണ്, ഇപ്പോൾ കുറച്ചുകൂടെ ഒരു വ്യത്യാസം വന്നതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ഒരു തീരെ വരുമാനം കുറഞ്ഞവരും വളരെ മോശമായിട്ടുള്ള ജീവിത ഇതിൽ താമസിക്കുന്നവരുമാണെന്നാണ് 2015 സെൻസസ് പറയുന്നത്. മാത്രമല്ല ഇന്ത്യയിലെ ഏതാണ്ട് 8-10 സംസ്ഥാനങ്ങളിൽ റൂറൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പോപ്പുലേഷൻ 70% ഉണ്ട്. ഇത് സെൻസസ് വെച്ച് ഞാൻ പറയുകയാണ്. ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 10 സംസ്ഥാനങ്ങളിലെ മൊത്തം പോപ്പുലേഷൻ്റെ 70% റൂറൽ ഏരിയയിൽ വളരെ മോശപ്പെട്ട രീതിയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കൂ. 2015 സെൻസസ് അനുസരിച്ചാണെങ്കിൽ
ഒരു റൂം റൂറൽ ഏരിയയിൽ ഒരു റൂം ഹൗസുള്ളവർ മാത്രം ഒറ്റ മുറിയിൽ താമസിക്കുന്നവർ മൊത്തം വീടുകളുടെ 39%. ഒന്ന് ആലോചിച്ച് നോക്കാൻ നമ്മുടെ റൂറലിൻ്റെ സ്ഥിതി. അപ്പോൾ ഇവർ പറയുന്ന കണക്കും ഈ നമ്മളിപ്പോൾ ഇതെടുക്കുന്ന റൂറലിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ഈ സെൻസസുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് വലിയ അതുപോലെ തന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കണക്കാണ്. ഇപ്പോൾ PLFS സർവേ ഒക്കെ ഉണ്ട്, അതിനകത്ത് വരുമാനം പറയുന്നുണ്ട്. അതായത് വളരെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കണക്കാണ് വരുമാനത്തിൻ്റെ കാര്യത്തിലുള്ളത്. ഇത് ഒരു കണക്ക് ഞാൻ എടുക്കും. ഇപ്പോൾ 2024 PLFS സർവേയിൽ തന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയയിൽ ഒരു ദിവസ കാഷ്വൽ ലേബർ നാളിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ 299 രൂപയാണ്. സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് 444 രൂപയാണ് ഒരു ദിവസ വേതനം. അപ്പോൾ ഈ തരത്തിലുള്ള ഏത് കണക്ക് വേണമെങ്കിലും പറയാം. അതായത് ഞാനീ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബനും റൂറലും തമ്മിൽ വലിയ വ്യത്യാസം ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ഈ തരത്തിലുള്ള ഇതിൽ ഈ റൂറൽ ഏരിയ ഏതാണ്ട് 10-30% ഉണ്ട്. അതിലുള്ള ഏറ്റവും ഈ വരുമാനമുള്ള ആളുകളും ഈ എക്കണോമിക് ആക്ടിവിറ്റി കൂടുതലും നടക്കുന്നതും കച്ചവടം നടക്കുന്നതും വ്യവസായം നടക്കുന്നതും ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റിയും നടക്കുന്നതും മെച്ചപ്പെട്ട ജോബ് ഓപ്പർച്യൂണിറ്റീസുള്ള എല്ലാം ഈ അർബൻ ഏരിയയിലാണ്. അപ്പോൾ അർബൻ ഏരിയയിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു 10% കസ്റ്റഡിയിലാണ് ഇന്ത്യയുടെ ഈ വരുമാനത്തിൻ്റെ സിംഹഭാഗം ഇരിക്കുന്നത്. അവർക്കെന്താ വേണം? അവരെ ഏതെല്ലാം സാധനങ്ങൾ ഉപയോഗിക്കുന്നു, ഏതെല്ലാം സർവീസസ് ഉപയോഗിക്കുന്നു, ഏതെല്ലാം മേഖലയിൽ അവർ പണം ചെലവാക്കുന്നു, അത് നിങ്ങൾ നോക്കൂ. അതനുസരിച്ച് ഇത് നടത്തുക എന്നുള്ള ഒരു ആശയമാണ് ഇവരുടെ ഈ റിപ്പോർട്ടിനകത്ത് അവർ കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ളതാണ്. പക്ഷേ അതിനകത്ത് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ മോട്ടോർ സൈക്കിളിൻ്റെ കാര്യം എടുക്കും. ഇപ്പോൾ മോട്ടോർ സൈക്കിൾ ഏത് കാറ്റഗറി ആളുകളാണ് അവരുപയോഗിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ മാറും. മോട്ടോർ സൈക്കിളിൽ പ്രീമിയം ആൻഡ് എക്സിക്യൂട്ടീവ് സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ കോസ്റ്റ് ബൈക്കുകളും ഉണ്ട്. മോട്ടോർ സൈക്കിളിൻ്റെ കാര്യത്തിൽ അവരുടെ ഷെയർ 2019 അവരുടെ ഷെയർ അവരുടെ ഷെയർ 2019 എക്കോണമിക് കാറ്റഗറിയിലുള്ളതിൻ്റെ ഷെയർ 40%, 2019 ഉണ്ടായിരുന്നത് 18% കുറഞ്ഞു. അതേസമയം എക്സിക്യൂട്ടീവ് സെഗ്മെൻറ്റ്, മറ്റേ സെഗ്മെൻറ്റ് ഈ 18 കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് മുഴുവനും കൂടി എന്ന് പറയുമ്പോൾ പുതിയ ബൈക്കുകൾ വാങ്ങിക്കുന്നതിൻ്റെ ഉള്ള എക്സിക്യൂട്ടീവ് ഹയർ ഷെയർ ഏതാണ്ട് 80%-ഓളം കൂടുന്നു എന്നുള്ളതാണ്. അതേസമയത്ത് എക്കോണമി വാങ്ങിക്കുന്ന ആളുകൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഇവിടെ കേരളത്തിൽ തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1.5 കോടിയോളം ബൈക്കുകളുണ്ട്. പക്ഷേ ഈ ബൈക്കുകളെന്നൊക്കെ പറയുന്നത് സെക്കൻഡ്, ഇപ്പോൾ സാധാരണ കാഷ്വൽ ലേബറേഴ്സ് അവർ സെക്കൻഡ് പിന്നീട് ക്വാളിറ്റി ബൈക്കോ അല്ലെങ്കിൽ സെക്കൻഡ് യൂസ് ചെയ്യുന്നതോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇത്രയും ബൈക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ഇവിടെ എന്തോ വലിയ ഇതാണെന്നല്ല. നമ്മളിവിടെ ഇപ്പോൾ 1.5 കോടി ബൈക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബൈക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരും കാഷ്വൽ തൊഴിലാളികൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നതാണ്. അത് സെക്കൻഡ് ഹാൻഡോ ഉള്ള ഏറ്റവും കുറഞ്ഞ ആ ടൈപ്പ് ബൈക്കാണ്. അതേസമയം നമ്മളിപ്പോൾ മൊത്തം എടുത്തു കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ വളരെ വ്യത്യാസമാണ്. അതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ അതുപോലെ ലക്ഷറി ഹൗസിങ്ങിൻ്റെ ഷെയർ കൂടി. 2019 23% മൊത്തം വീടുകളിൽ, അത് 42% കൂടി. ലക്ഷറി ഫ്ലാറ്റ്സ്, ലക്ഷറി കൂടുതൽ ആഡംബരങ്ങൾ, വലിയ സ്വിമ്മിംഗ് പൂളുകൾ, മറ്റ് ആ തരത്തിലുള്ള. അതേസമയം അഫോർഡബിളായിട്ടുള്ള ഏറ്റവും ലോ കാസ്റ്റ് ആയിട്ടുള്ളത് 40% അത് 2019 18% കുറഞ്ഞു. ഈ ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി ഫ്ലാറ്റുകളും ബാക്കിയുള്ളത് മേടിക്കാനായിട്ട് ആളുകൾക്ക് പൈസ ഇല്ല. ഇവിടെയല്ലേ കൂടേണ്ടത്? ഈ 100 കോടി ജനങ്ങളുള്ള ഇവിടെയല്ലേ കൂടേണ്ടത്? അവിടെ കൂടിയില്ല, അവിടെ കുറഞ്ഞു വരുന്നു, മറ്റിടത്ത് കൂടി വരുന്നു. ആ ഒരു മാറ്റം. അതുപോലെ വേറൊരു കണക്ക് പേര് പറഞ്ഞു, പ്രീമിയം സ്മാർട്ട് ഫോൺ 2023 55% അതങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് ലോ എൻഡ് സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്മാൾ കാറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഏതാണ്ട് ഈ ചെറിയ കാറുകളൊക്കെ ഏതാണ്ട് 2019 47% ഉണ്ടായിരുന്നു, അത് 2023 34% കുറഞ്ഞു. ചുരുക്കത്തിൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഒരു ചെറിയ വിഭാഗം ആളുകളുടെയിലാണ് ഈ സമ്പത്ത് അല്ലെങ്കിൽ വരുമാനം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവർ ഏതാണ്ട് നമ്മുടെ 143 കോടിയിൽ ഒരു 43 കോടിയോളം അവരാണ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ അനുസരിച്ചുള്ളത് ഏറ്റവും 10% അതിൻ്റെ താഴെയുള്ള. അപ്പോൾ അവരെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഈ കാര്യമായിട്ടുള്ള വരുമാനം ഉള്ളൂ. അവരുടെ ആഡംബരത്തിനുള്ള
അവരുടെ പിന്നെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സാധാരണ ജീവിതമല്ല, കുറെ കൂടെ ആഡംബരമായിട്ടുള്ള ജീവിതവും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സാധനങ്ങളും ലക്ഷറി പ്രോഡക്ട്സും എല്ലാം ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകുന്നു. ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാം, ഇപ്പോൾ ഈ വലിയ ലക്ഷറിയും വലിയ ആഡംബരമായിട്ട് പോണവരെ നമ്മൾ ആഡംബരം മാറ്റട്ടെ, പക്ഷേ ഒരു കാര്യം, ഇവിടെയൊക്കെ എന്തുകൊണ്ടൊരു വലിയ ഹൈ ലക്ഷറി കൺസംഷൻ ടാക്സ് വയ്ക്കുന്നില്ല? 1 കോടി രൂപയുടെ പിന്നെ വിലയുള്ള ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു കാറോ മേടിക്കുന്നവൻ്റെ അവൻ്റെ നിന്ന് എന്താണ് നമുക്കൊരു 50% പിന്നെ ലക്ഷറി ടാക്സ് മേടിച്ചുകൂടെ? എന്നിട്ട് ഈ താഴെ ഉള്ള ഗ്രാമീണ ജനതയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൂടെ? അല്ലെങ്കിൽ പിന്നീട് വലിയ ആഡംബര ഫ്ലാറ്റ് വാങ്ങിക്കുന്നവരുടെ കാര്യത്തിലും ഈ വലിയ, അതായത് ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡേറ്റയിലെല്ലാം കാണിക്കുന്നത് എന്താണെന്നറിയാം, ഒരു ചെറിയ വിഭാഗത്തിന് വലിയ വരുമാനം ഉണ്ടാകുന്നു. അവർ ബിസിനസ് ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നവരാവാം, ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ചെറിയ വിഭാഗത്തിൻ്റെ വലിയ പണമുണ്ട്. അവരിങ്ങനെ വലിയ ആഡംബര കൺസംഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു സർക്കാരിന് ചെയ്യേണ്ടതെന്നാണ്, ഈ വലിയ തോതിലുള്ള ആഡംബര വസ്തുക്കൾക്കും സർവീസുകൾക്കും പിന്നീട് കാര്യമായിട്ടുള്ള പിന്നെ ഒരു ടാക്സ്, ഒരു ലക്ഷറി ടാക്സ് ചുമത്താനായിട്ടുള്ള വളരെ ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യമാണെന്നും എനിക്ക് തോന്നുന്നു. ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ റൂറൽ ജനങ്ങളെ പറ്റിയോ അവരുടെ വരുമാനങ്ങളെ പറ്റിയോ ഒരു കണക്ക് പോലും ഇല്ല. ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ GDPയോ പെർ ക്യാപിറ്റയോ ഇൻകവും പോലും ഇല്ല എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രാധാന്യമാണ് നമ്മൾ ഈ റൂറൽ മേഖലയ്ക്ക് കൊടുക്കുന്നത്. ആ സമയത്ത് അർബൻ റൂറൽ, കാരണം ഈ അർബൻ്റെ കയ്യിലാണല്ലോ ഇരിക്കുന്ന വരുമാനം മുഴുവനും. ഇപ്പോഴീ പെർ ക്യാപിറ്റ എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും റൂറൽ എത്രത്തോളം പെർ ക്യാപിറ്റ ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം GDP അതിനകത്തുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു കണക്ക് പോലും നമുക്ക് ഇപ്പോൾ 10-70 വർഷം ഇന്ത്യയിൽ വലിയ സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകൾ എടുത്തിട്ട് പോലും ഇല്ല എന്നുള്ള ഒരു വസ്തുത കൂടെ ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കും.